സ്നേഹരാഗം ഭാഗം 27. ഇവൾക്ക് പല ആണുങ്ങളുമായി ബന്ധമുണ്ട്. സ്വരമുയർത്തി അർജുൻ വീണ്ടും പറഞ്ഞു. അർജുൻ നിർത്ത്. അതുവരെ ശാന്തമായിരുന്ന അരുണിൻ്റെ ശബ്ദം ഉയർന്നു. ഈ പറയുന്നതെന്തെന്ന് അർജുൻ അറിയുന്നുണ്ടോ? നന്ദന ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്താൽ തന്നെ പിടിച്ച് അകത്തിടും, അരുൺ പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, അർജുൻ പിറുപിറുത്തു. തനിക്ക് അർജുൻ അനുവദിച്ചു തന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർത്ത് നന്ദനയ്ക്ക് ചിരി വന്നു. എത്ര വലുതാണതെന്നോർത്തപ്പോൾ സങ്കടവും. എനിക്ക് ഇയാളുടെ കൂടെ തുടരാൻ തീരെ താല്പര്യമില്ല, അവൾ തുറന്നു പറഞ്ഞു. എന്നാലല്ലേ നിനക്ക് തോന്നിയതുപോലെ നടക്കാൻ പറ്റൂ അല്ലേ, അർജുൻ കലിയിൽ പറഞ്ഞു. എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടാൽ നിങ്ങൾക്കും കീർത്തനയോടൊപ്പം തന്നിഷ്ടത്തിന് ജീവിക്കാമല്ലോ, അവളും വിട്ടുകൊടുത്തില്ല. നിങ്ങളിങ്ങനെ പരസ്പരം പഴി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അരുൺ ഇടപെട്ടു. എനിക്കും ഇനി ഈ പിഴച്ചവളെ വേണ്ട, അവളുമൊത്തൊരു ജീവിതവും വേണ്ട. എങ്ങനെ വേണമെങ്കിലും അവൾ അഴിഞ്ഞാടി ജീവിക്കട്ടെ, ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ടേബിളിൽ വെച്ച ഫോണും ചാവിയും എടുത്ത് അർജുൻ എണീറ്റു. നമുക്ക് കോടതിയിൽ കാണാം, ഇതിനൊരവസാനം വേണമല്ലോ. ഡൈവോഴ്സ് തരാൻ അർജുന് എപ്പോഴും റെഡിയാണെന്ന് അരുണിന് മനസ്സിലായി. അർജുൻ കലിതുള്ളി പുറത്തേക്ക് പോയി. നന്ദന ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. അവളുടെ ഇരു കണ്ണുകളിലൂടെയും കണ്ണുനീർ ചാലിട്ടൊഴുകി. അവളുടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ അരുൺ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു. അർജുൻ്റെ തീരുമാനം അതാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകാം, അരുൺ അവർക്കിടയിലെ നിശബ്ദതയെ ഇല്ലാതാക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും അവൾ മിണ്ടാതിരുന്നു. നമുക്കെന്തായാലും കോടതിയിൽ മീറ്റ് ചെയ്യാം, അവൻ പറഞ്ഞു. നന്ദന അവിടെ നിന്നും ഇറങ്ങുമ്പോൾ കലിതുള്ളിയ അർജുൻ്റെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ. എന്തു പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരാളുടെ ഭാര്യയായി വന്നതെന്ന് ആലോചിച്ചപ്പോൾ ഉള്ളം നീറി. ദേവൻ പുറത്ത് നിൽപ്പുണ്ട്. അർജുൻ ഇറങ്ങിപ്പോകുമ്പോഴും ദേവൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അർജുൻ അവനെ രൂക്ഷമായൊന്ന് നോക്കിയാണ് കാറുമെടുത്തു പോയത്. ആകെ ആടിയുലഞ്ഞ മനസ്സുമായി വന്ന നന്ദനയെ നോക്കിയപ്പോൾ ദേവനും വിഷമമായി. അവൻ ഡോറ് തുറന്നു കൊടുത്തപ്പോൾ അവൾ അതിൽ കയറി. ദേവൻ അരുണിനോട് യാത്ര പറയാനായി അകത്തേക്ക് കയറി. അർജുൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ദേവന് അർജുനോട് ദേഷ്യം തോന്നി. അവൻ നന്ദനയെക്കുറിച്ച് പറഞ്ഞതെല്ലാം അരുൺ ദേവനോട് പറഞ്ഞു. ഇത് ശരിയാവില്ലടോ, അവരെ ഒരുമിപ്പിക്കാനാ ഞാൻ നോക്കിയത്. പക്ഷെ അർജുൻ്റെ സ്വഭാവം എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായി. നന്ദന അവനിൽ നിന്നും ഡിവോഴ്സ് ആവശ്യപ്പെടുന്നതിനുള്ള കാരണവും അവൾക്ക് കിട്ടിയ അവഗണനയും ഇഷ്ടമില്ലായ്മയുമാണ്. അവളുടെ ഉള്ളിൽ ഒരു കനലെരിയുന്നുണ്ട് ദേവൻ. ഒരുപാട് സഹിച്ച ഒരു സ്ത്രീ മനസ്സാണ് അവളുടേത്, അരുൺ പറഞ്ഞു. അരുൺ പറഞ്ഞതിൽ നിന്നും നന്ദന അനുഭവിച്ചത് എത്രയാണെന്ന് ദേവൻ ഊഹിച്ചു. എനിവേ ദേവൻ, നമുക്ക് കോടതിയെ സമീപിക്കാം. എന്നാണ് കേസ് ഹിയറിംഗ് എന്ന് ഞാൻ വിളിച്ചു പറയാം, അരുൺ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ദേവൻ ശരി എന്ന സമ്മതഭാവത്തിൽ അഡ്വക്കേറ്റ് അരുൺ നീട്ടിയ കൈകളിൽ പിടിച്ചു കുലുക്കി. ദേവൻ കാറിൽ കയറി നന്ദനയെ ഒന്ന് നോക്കി. പിന്നെ വണ്ടി മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ റോഡരികിൽ നിൽക്കുന്ന വഴിയോര കച്ചവടക്കാരനെ കണ്ട് ദേവൻ കാർ നിർത്തി. കരിമ്പ് ജ്യൂസും നൊങ്കും എല്ലാം ഉണ്ട്. അവൻ കാറ് നിർത്തി ഇറങ്ങി. 2 കരിമ്പ് ജ്യൂസിന് ഓർഡർ കൊടുത്ത് അവൻ കാറിനരികിൽ വന്ന് ചാരി നിന്നു. അവൻ നന്ദനയെ നോക്കിയപ്പോൾ സീറ്റിൽ ചാരിയിരിക്കുകയാണവൾ. അയാൾ കരിമ്പ് ജ്യൂസ് റെഡിയാക്കുന്നതും നോക്കി ദേവൻ നിന്നു. അയാൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർന്നു ദേവനരികിലേക്ക് കൊണ്ടുവന്നു. അവൻ അത് വാങ്ങി ഒന്ന് നന്ദനയ്ക്ക് നേരെ നീട്ടി. അവൾ അവനെ ഒന്ന് നോക്കി. നീ ഇത് കുടിക്ക്, അവൻ പറഞ്ഞു. വേണ്ട ദേവേട്ടാ, അവൾ പറഞ്ഞു. നിന്നോടിത് വാങ്ങാനാ പറഞ്ഞത്, ദേവൻ ഇത്തിരി കടുത്തു തന്നെ പറഞ്ഞു. അതോടെ നന്ദന അത് വാങ്ങി കുടിച്ചു. നീ കഴിഞ്ഞതൊക്കെ ഓർത്തിരിക്കുകയാണോ, അവൻ ചോദിച്ചു. അതൊക്കെ വെറുതെ മനസ്സിൽ വെക്കണ്ട, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എന്തായാലും നിനക്ക് കോടതി ഡിവോഴ്സ് അനുവദിക്കും, അതുറപ്പാണ്. ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ. നീ എന്തിനാ വെറുതെ ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെടുന്നത്? അർജുൻ്റെ അടുത്തു നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി, ദേവൻ പറഞ്ഞു. എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഇന്ന് അഡ്വക്കേറ്റിന് മുമ്പിൽ വെച്ച് അർജുനേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വന്നത്. ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇനി ഒരിക്കലും അർജുനേട്ടൻ്റെ കാര്യമോർത്ത് ഞാൻ സങ്കടപ്പെടില്ലെന്നും അതിൻ്റെ പേരിൽ ഞാൻ കരയില്ലെന്നും മനസ്സിൽ ഉറപ്പിച്ചതാണ്. പക്ഷേ ഇന്നത്തെ കാര്യം കേട്ടപ്പോൾ അവൾ സങ്കടത്തിൽ പറഞ്ഞു നിർത്തി. നീ ഇനി അതൊന്നും ആലോചിക്കണ്ട, പോസിറ്റീവായി മാത്രം ചിന്തിക്ക്. മറ്റുള്ള എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പഴയ കാര്യങ്ങളും മനസ്സിൽ നിന്നും ഒഴിവാക്കുകയും വേണം. അവൻ പറഞ്ഞപ്പോൾ നിശബ്ദയായിരുന്നവൾ ജ്യൂസ് കുടിച്ചു തീർത്ത് ഗ്ലാസ് തിരികെ നൽകി.
അവർ വീണ്ടും യാത്ര തുടങ്ങി. നമുക്കേതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാലോ? ദേവൻ ഹോസ്റ്റലിൽ എത്താറാകുന്നതിന് മുമ്പ് ചോദിച്ചു. വേണ്ട ദേവേട്ട, വിശപ്പില്ല, അവൾ പറഞ്ഞു. ഹോസ്റ്റലിലെത്തി ക്യാൻറ്റീനിൽ നിന്നും എന്തെങ്കിലും കഴിച്ചോളാം, അവൾ പറഞ്ഞു. കഴിക്കുമെന്നും പറഞ്ഞ് പട്ടിണി കിടക്കാനാണോ? ദേവൻ കളിയാക്കും വിധത്തിൽ ചോദിച്ചപ്പോൾ അവളിൽ ചെറുപുഞ്ചിരി വിടർന്നു. ഇല്ല, ഞാൻ കഴിച്ചോളാം, അവൾ ഉറപ്പു പറഞ്ഞു. ഹോസ്റ്റലിന് മുന്നിലെത്തിയപ്പോൾ കാർ നിർത്തി. അവൾ ദേവനോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? അവൻ വീണ്ടും പറഞ്ഞു. ഉവ്വ് ദേവേട്ട, അവൾ പറഞ്ഞു. അവൾ ഗേറ്റ് കടന്ന് പോകുന്നതും നോക്കി ദേവൻ കാറിൽ തന്നെയിരുന്നു. പിന്നെ കാർ മുന്നോട്ടെടുത്തു. ഹോസ്റ്റലിൻ്റെ പടികൾ കയറുമ്പോൾ അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. അവളുടെ മുഖം പെയ്യാൻ നിൽക്കുന്ന ആകാശം പോലെയായിരുന്നു. ഒന്ന് വിതുമ്പിക്കരയാൻ അവളുടെ മനസ്സ് വെമ്പി. അവൾ ബെഡിൽ വന്നിരുന്നു. അവളുടെ സങ്കടം മൊത്തം അണപൊട്ടിയൊഴുകി. അങ്ങനെ എത്ര നേരം ഇരുന്നു എന്നറിയില്ല. എടോ, താൻ ഇത് ഏത് ലോകത്താ? ലേഖയുടെ ചോദ്യം കേട്ട് അവൾ ഞെട്ടിയുണർന്നു. തിരിഞ്ഞു നോക്കി. അവൾ മിഴികൾ കൈകൾ കൊണ്ട് തുടച്ചു. നീ പോയിട്ട് എന്തായി? ലേഖ ചോദിച്ചു. അഡ്വക്കേറ്റിൻ്റെ മുന്നിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ തുറന്നു പറഞ്ഞു. അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ലേഖ അന്താളിച്ചു നിന്നുപോയി. നീ എങ്ങനെയാ അർജുൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചത്? ലേഖ ചോദിച്ചു. ഡിവോഴ്സ് കിട്ടിയാൽ നീ വേറെ നല്ലൊരു ജീവിതം നയിക്കണം, ലേഖ അവളെ ഉപദേശിക്കുന്ന മട്ടിൽ പറഞ്ഞു. നീ കഴിച്ചോ? ലേഖ ചോദിച്ചു. ഇല്ല, എനിക്ക് നല്ല വിശപ്പില്ല, അവൾ പറഞ്ഞു. നീ എണീറ്റു പോയി ഫ്രഷായി വന്നേ, എനിക്കും വിശക്കുന്നുണ്ട്, ലേഖ അവളെ നിർബന്ധിച്ചു. നന്ദന എഴുന്നേറ്റ് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. ലേഖ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുകയാണ്. ലേഖ ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങിയതാണ്. അവൾക്ക് നാട്ടിൽ പോകാനായി ഒരു ചെറിയ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. അവൾ വന്നപ്പോൾ നന്ദന കരഞ്ഞിരിക്കുന്നതാണ് കണ്ടത്. നന്ദനയുടെ കാര്യങ്ങളെല്ലാം ലേഖയ്ക്ക് അറിയാമായിരുന്നു. അവൾ ലേഖയോട് എല്ലാം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റിനെ കാണാൻ പോയപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾ ഊഹിച്ചിരുന്നു. അവൾ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോഴേക്കും നന്ദന കുളി കഴിഞ്ഞെത്തി. നന്ദന കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് മുടിയൊന്ന് ചീകിയൊതുക്കി. ലേഖ അവളെയും കൊണ്ട് മെസ്സിലേക്ക് പോയി. പിറ്റേന്ന് കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയി തിരികെ എത്തുമ്പോൾ ഗേറ്റിന് മുന്നിൽ മതിലിനോട് ചേർന്ന് കിടക്കുന്ന കാറിൽ അവളുടെ മിഴികൾ ഉടക്കി. കാറിൽ ചാരി നിന്ന ദേവനെ കണ്ടപ്പോൾ അവൾ അടുത്തേക്ക് ചെന്നു. അവനും അവളെ കണ്ടു കഴിഞ്ഞു. ദേവേട്ടൻ എന്താ ഇവിടെ? അവൾ തിരക്കി. നിന്നെ കണ്ട് ഒരു കാര്യം പറയാൻ അയച്ചതാണ് നിന്റെ അമ്മ, അവൻ പറഞ്ഞു. ആരോടാ നിന്റെ വാശി? അവൻ ചോദിച്ചു. വാശിയല്ല ദേവേട്ടാ, അവൾ പറഞ്ഞു. എന്നാൽ നീ വീട്ടിലേക്ക് വരണം. നിന്നെക്കൊണ്ട് അഡ്വക്കേറ്റിനെ കാണാൻ പോയ കാര്യം ഞാൻ അനിത ചേച്ചിയോട് പറഞ്ഞിരുന്നു. അത് പറയാൻ പോയപ്പോഴാണ് അവർ സങ്കടത്തിൽ നിന്റെ കാര്യം ചോദിച്ചറിഞ്ഞതും നിന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ പറഞ്ഞതും. നിന്നെയും കൂട്ടിക്കൊണ്ടു വരാമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമെന്നേയുള്ളൂ. അമ്മ ഒരു പാവമാ. നിങ്ങളെ രണ്ടുപേരെയും കഴിഞ്ഞ് അമ്മയ്ക്ക് വേറെ ആരുമുള്ളൂ, അത് മറക്കരുത്, ദേവൻ ഓർമ്മിപ്പിച്ചു. ദേവേട്ടനെ എൻ്റെ അമ്മയെ അറിയുന്നതിൽ കൂടുതൽ എനിക്കെൻ്റെ അമ്മയെ അറിയാം. അമ്മയ്ക്ക് ഞങ്ങളോട് സ്നേഹമില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ വിവാഹശേഷം തിരികെ വരുന്ന മകൾ അമ്മയ്ക്കൊരു ബാധ്യതയാവും. അല്ലായിരുന്നെങ്കിൽ അമ്മ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ലായിരുന്നു. ദേവേട്ടൻ എന്നെ തിരികെ വിളിക്കരുത് പ്ലീസ്. നീ വരുമെന്നാണ് ഞാൻ കരുതുന്നത്, പ്രത്യാശയിൽ ദേവൻ പറഞ്ഞു. എന്നെ തനിയെ വിട്ടേക്കൂ ദേവേട്ട, അതാണ് എല്ലാവർക്കും നല്ലത്. എല്ലാവരും ഉണ്ടായിട്ടും നീ ആരുമില്ലാത്തവളെപ്പോലെ എന്തിനാ ഇങ്ങനെ ഹോസ്റ്റലിൽ താമസിക്കുന്നത്? പറയുമ്പോൾ ദേവൻ്റെ സ്വരം നേർത്തുപോയി. എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചവളാണ് ഞാൻ. അർജുനേട്ടൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നതിനേക്കാൾ സുരക്ഷിതയാണ് ഞാനിവിടെ. ദേവേട്ടൻ പൊയ്ക്കോളൂ, ഞാൻ സുഖായിരിക്കണമെന്ന് അമ്മയോട് പറഞ്ഞാൽ മതി. നന്ദന പറഞ്ഞു നിർത്തിയപ്പോൾ ദേവൻ കുറച്ചു നേരം നിശബ്ദനായി നിന്നു. പിന്നെ കാറിൻ്റെ പിൻഡോർ തുറന്നു. അതിൽ നിന്നുമിറങ്ങിയ അനിതയെ കണ്ടപ്പോൾ അവൾ അമ്പരന്നു. ആരോടാ നന്ദു നിന്റെ വാശി? എന്നോടാണോ? നന്ദനയുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് അനിത തിരക്കി. എനിക്കാരോടും വാശിയും പരിഭവവും ഒന്നുമില്ല അമ്മേ, അവൾ പറഞ്ഞു. എന്നാൽ നീ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരണം, അനിത ശാഠ്യം പിടിച്ചു. നീതുമോൾ തനിച്ചാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവൾ വിളിച്ചാൽ കൂടെ പോയേനെ. ഞാൻ വന്നാൽ അമ്മയ്ക്ക് ഉപദേശിക്കാനേ നേരം കാണൂ. എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. അമ്മ ദേവേട്ടൻ്റെ കൂടെ മടങ്ങിപ്പോയിക്കോളൂ, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു.
കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യമാണോ നന്ദു നീ ഈ ചെയ്യുന്നത്? നിന്നെ കാത്ത് നീ വരുന്നതും നോക്കി നിന്റെ അമ്മയും അനിയത്തിയും അവിടെ കാത്തിരിപ്പുണ്ട്. അത് നീ മറക്കരുത്. അമ്മ കൂടുതലൊന്നും പറയരുത്. ഞാൻ വരുന്നില്ല. ഇപ്പോൾ എനിക്ക് സന്തോഷം തരുന്നത് ഈ ചുറ്റുപാടുകളാണ്. എനിക്ക് വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് തോന്നുമ്പോൾ ഞാൻ വരും. നന്ദനയുടെ സ്വരത്തിൽ ഈറനണിഞ്ഞിരുന്നു. അമ്മയോട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അനിതയുടെ സ്വരത്തിലും സങ്കടം നിറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ ഇതാണ് ശരി. എന്നെ വിളിക്കരുത്. ഞാൻ വരില്ല, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ആരുടെയും തുണയില്ലാതെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഒരു സ്ത്രീക്ക് അധികകാലം പറ്റില്ല നന്ദു, അനിത കാഠിന്യമേറിയ ശബ്ദത്തിൽ പറഞ്ഞു. ഇനിയും ഒരു തർക്കത്തിന് ഞാനില്ല. അമ്മ ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ടോ? അവളുടെ തീരുമാനത്തിൽ മാറ്റം വരാതെ അവൾ ചോദിച്ചു. ഇല്ല, അനിത മറുപടി പറഞ്ഞു. എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ? അവൾ തിരക്കി. അവർ പറയുന്നതെല്ലാം കേട്ട് ദേവൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. നന്ദു, ഒന്നുകൂടി ആലോചിച്ചുകൂടെ? ദേവൻ അവസാന ശ്രമം എന്നോണം പറഞ്ഞു. അതിന് മറുപടി പറയാതെ അവൾ ഹോസ്റ്റലിലേക്ക് കയറിപ്പോയപ്പോൾ ദേവൻ അനിതയെ നോക്കി. തനിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന അവസ്ഥ വരുമ്പോൾ അവൾ തനിയെ തിരികെ വന്നോളും, അനിത പറഞ്ഞുകൊണ്ട് പോകാമെന്ന മട്ടിൽ ദേവനെ നോക്കി. ദേവൻ ഡോർ തുറന്ന് മുൻസീറ്റിലിരുന്നു. അനിത ബാക്ക് ഡോർ തുറന്ന് കയറിയിരുന്നു. ഫ്രഷായ ശേഷം നന്ദന മെസ്സിൽ പോയി ചായ കുടിച്ചു. തിരികെ മുറിയിൽ പോകാതെ അവൾ ഗാർഡൻ ഏരിയയിൽ വന്നിരുന്നു. വൈകുന്നേരം മുറ്റത്ത് ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഭാവതി. പല കളറിലുള്ള റോസ് പൂക്കൾ ഗാർഡനിലുണ്ട്. അതിൽ മിക്കതും നന്ദന വാങ്ങിച്ചു കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ്. റോസ് മാത്രമല്ല, ജമന്തി, തെച്ചി, മുല്ല, അങ്ങനെ എല്ലാത്തരം ചെടികളുമുണ്ട്. നന്ദനയ്ക്ക് ചെടികളോട് ഭ്രാന്തമായ ഒരു താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ചെടികൾ എവിടെ കണ്ടാലും അവൾ വാങ്ങിക്കൊണ്ടുവരും. രാകേഷ് വന്നതുകൊണ്ട് തന്നെ പൂജ അവൻ്റെ വീട്ടിലാണ്. വിവേക് പുറത്തു പോയിരിക്കുകയാണ്. അവന് വേണ്ടി 1-2 പെണ്ണ് കണ്ടെങ്കിലും ഒന്നും ശരിയായില്ല. ഇനി ഞായറാഴ്ച ഒരു കുട്ടിയെ കാണാൻ പോകുന്നുണ്ടെന്ന വിവരം ബ്രോക്കർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സന്ധ്യയാവാറായിരുന്നു. ചെടികൾക്കെല്ലാം വെള്ളമൊഴിച്ച് കൈയും മുഖവും കഴുകുമ്പോഴാണ് ഒരു കാർ വന്നു നിന്നത്. അർജുനായിരുന്നു. ഇവനെന്താ ഇന്ന് നേരത്തെ എന്ന് പ്രഭാവതി ഓർക്കുകയും ചെയ്തു. അവനെ കണ്ടപ്പോൾ അകത്തേക്ക് കയറാതെ അവർ പൂമുഖത്ത് തന്നെ നിന്നു. ബാഗും കയ്യിൽ പിടിച്ച് അർജുൻ ഇറങ്ങി. ഇന്ന് നേരത്തെയാണല്ലോ, ഇത് പതിവില്ലാത്തതല്ലേ? അവർ ചോദിച്ചു. ഒന്നുമില്ല, ഇന്ന് നേരത്തെ ഇറങ്ങി. പിന്നെ നാളെ കോടതിയിൽ ഹാജരാകണം, അർജുൻ പറഞ്ഞു. 1-2 പ്രാവശ്യമായല്ലോ കോടതിയിൽ കയറി ഇറങ്ങുന്നു. ഇന്നെങ്കിലും ഡിവോഴ്സ് പ്രതീക്ഷിക്കാമോ? അവർ ചോദിച്ചു. അവരുടെ ചോദ്യത്തിൽ മടുപ്പിൻ്റെ ചുവയുണ്ടായിരുന്നു. 2 പ്രാവശ്യം കോടതിയിൽ ഹിയറിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കൗൺസിലിങ്ങും. മ്യൂച്വൽ ഡിവോഴ്സ് ആയതിനാൽ നാളെ എന്തായാലും അത് പ്രതീക്ഷിക്കാം, അർജുൻ മനസ്സിലോർത്തു. ഡിവോഴ്സ് കിട്ടുമെന്നോ ഇല്ലെന്നോ പ്രഭാവതിയോട് വിശദീകരിക്കാൻ നിൽക്കാതെ അവൻ അകത്തേക്ക് കയറിപ്പോയി. എങ്ങനെയെങ്കിലും ആ നശിച്ചവളൊന്ന് വിട്ടുപോണേ ദേവി എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയത് ചന്ദ്രൻ്റെ നേർക്കായിരുന്നു. നീ ഇങ്ങനെ പ്രാഗി അവളെ ഇല്ലാതാക്കല്ലേ പ്രഭേ. അവളെന്തായാലും നിന്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും പോകും. പിന്നെന്താ? പരിഹാസസ്വരത്തിൽ ചന്ദ്രൻ പറഞ്ഞു. കോടതിയിൽ പോകാനായി റെഡിയായി നന്ദന. ദേവൻ കാറുമായി വരാം എന്നേറ്റിരുന്നു. അവൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ദേവനും എത്തി. ആദ്യ ദിവസം കോടതിയിലെത്തിയപ്പോൾ അവൾക്കാകെ ഒരു ഭയമായിരുന്നു. പിന്നെ മെല്ലെ അത് മാറി. ഇനി ഇങ്ങനെ കോടതി കയറിയിറങ്ങാതെ ഇന്നത്തോടെ എല്ലാം ഒന്ന് തീർന്നാൽ മതിയായിരുന്നു, അവൾ മനസ്സിൽ വിചാരിച്ചു. നന്ദു, ഇറങ്ങ്, കോടതിയെത്തി, ദേവൻ്റെ സ്വരം അവളെ ഉണർത്തി. അവൾ കാറിൻ്റെ ഡോറടച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അർജുൻ്റെ കാർ അവിടെ നിർത്തിയിട്ടിരിക്കുന്നതിൽ അവളുടെ മിഴികൾ ഉടക്കി. നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ എന്ന് ദേവൻ പറഞ്ഞു. അവൾ ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. കോടതിയുടെ പടികൾ കയറി വരാന്തയിലൂടെ നടക്കുമ്പോൾ അവൾ എന്തൊക്കെയോ മനസ്സിലിട്ട് ആലോചിച്ചു. താൻ മനസ്സിൽ സ്വപ്നം കണ്ട കാര്യം ഇന്നെങ്കിലും നടത്തിത്തരണേ ഈശ്വര എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എന്തൊക്കെയാണ് ഇന്ന് കോടതി ഹാളിൽ ഉണ്ടാവുക എന്നവൾ ഓർത്തു. അതോർത്തപ്പോൾ തന്നെ ഒരു ഭയം അവളിൽ വന്ന് നിറഞ്ഞു. അതുപോലെ തന്നെ അവൾക്ക് ഇന്ന് താൻ സ്വതന്ത്രയാകുമെന്ന ഒരു സ്വപ്നവും ബാക്കിയായി. താനിന്ന് സ്വതന്ത്രയാകും എന്നാലോചിക്കുമ്പോൾ അവൾക്ക് തെല്ലും ഭയവും തോന്നിയില്ല. എന്നാൽ രണ്ടും കലർന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു അവൾ. കോടതിയിൽ എന്തെല്ലാമാണ് സംഭവിക്കുക എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാവൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം ഇനിയും തുടരും.